ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അർത്ഥമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടെയുള്ള 11 ഭാഗങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ 11 ഭാഗങ്ങളുടെയും ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാവുന്നതായിരിക്കും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള അർത്ഥമെറ്റിക് സീക്വൻസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അതിപ്പോൾ 2018, 2019, 2020 ഈ വർഷങ്ങളിലെല്ലാം ചോദിച്ചിട്ടുള്ള അർത്ഥമെറ്റിക് സീക്വൻസിൽ നിന്നുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസിഡർ ദ അർത്ഥമെറ്റിക് സീക്വൻസ് 13, 23, 33 എക്സെട്ര. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഇൻ ദിസ് സീക്വൻസ്? അപ്പോൾ 13, 23, 33 എന്ന് പറയുന്ന സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം എന്താണ്? അതുപോലെ ഈ ശ്രേണിയിലെ ആദ്യത്തെ മൂന്നക്ക സംഖ്യ ഏതാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം പൊതുവ്യത്യാസം എന്താണെന്നാണ്. നമുക്കറിയാം, പൊതുവ്യത്യാസം കണ്ടെത്താൻ രണ്ടാമത്തെ പദത്തിൽ നിന്ന് ആദ്യത്തെ പദം കുറച്ചാൽ മതിയാകും. അപ്പോൾ രണ്ടാമത്തെ പദം ഇവിടെ 23 ആണ്. 23-ൽ നിന്ന് ഒന്നാമത്തെ പദമായ 13 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 10 എന്നുള്ളൊരു ഉത്തരം ലഭിക്കും. അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം ആദ്യത്തെ മൂന്നക്ക സംഖ്യ എന്നാണ്. അപ്പോൾ ഈ ശ്രേണി 13, 23, 33 എന്നാണ്. ഒന്നാമത്തെ പദം 13, രണ്ടാമത്തെ പദം 23. അങ്ങനെ നോക്കിയാൽ 10ാമത്തെ പദം എന്ന് പറയുന്നത് 103 ആയിരിക്കും വരിക. അപ്പോൾ ആദ്യത്തെ മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് 103 ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യം, ദ ആൾജിബ്രായിക് ഇക്വേഷൻ ഓഫ് ആൻ അർത്ഥമെറ്റിക് സീക്വൻസ് ഈസ് 5n + 4. സബ് ചോദ്യം ഒന്നാമത്തേത്, വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 10th and 20th term? മൂന്നാമത്തെ ചോദ്യം, can the difference of any two terms of this sequence be 368? ഒരു സമാന്തര ശ്രേണിയിലെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് 5n + 4 ആണ്. ഈ ശ്രേണിയിലെ ഒന്നാമത്തെ പദം എന്താണ്? 10ാമത്തെയും 20ാമത്തെയും പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 368 എന്ന് പറയുന്നത് ഈ ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസമായി വരുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിൽ ആ ശ്രേണിയുടെ ബീജഗണിത രൂപമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ചോദ്യം, അതിലെ ആദ്യത്തെ പദം എന്തെന്നാണ്. നമുക്കറിയാം, ബീജഗണിത രൂപത്തിൽ n-ന് പകരം 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ പദം ലഭിക്കും. അതുപോലെ n-ന് 2 എന്ന് കൊടുത്താൽ രണ്ടാമത്തെ പദവും ലഭിക്കും. അപ്പോൾ n-ന് 1 കൊടുത്താൽ നമുക്ക് ഒന്നാമത്തെ പദം ഇവിടുന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ 5n + 4 എന്ന് പറയുന്ന ഈ ഒരു ബീജഗണിത രൂപത്തിൽ n-ന് പകരം നമ്മൾ 1 എന്ന് കൊടുക്കുമ്പോൾ 5 × 1 + 4 എന്ന് ലഭിക്കും. അപ്പോൾ 9 എന്നുള്ളൊരു ആൻസർ ലഭിക്കും. അതായത് ആദ്യത്തെ പദം എന്ന് പറയുന്നത് 9 ആണ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 10th and 20th term? 10ാമത്തെയും 20ാമത്തെയും പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാണ് ചോദ്യം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം 10ാമത്തെ പദവും കണ്ടെത്തണം, അതുപോലെ തന്നെ 20ാമത്തെ പദവും കണ്ടെത്തണം. നമുക്കറിയാം 5n + 4 എന്നാണ് നമ്മുടെ ബീജഗണിത രൂപം. അപ്പോൾ 10ാമത്തെ പദം കണ്ടെത്താനായിട്ട് n-ന് പകരം 10 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 5 × 10 + 4 = 54 എന്ന് ലഭിക്കും. ഇനി 20ാമത്തെ പദം കണ്ടെത്താനായിട്ട് n-ന് പകരം 20 എന്ന് കൊടുത്താൽ മതിയാകും. അപ്പോൾ 5 × 20 + 4 = 104 എന്ന് നമുക്ക് ലഭിക്കും. ഇനി ഈ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ 10th and 20th term. 10ാമത്തെ പദവും 20ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താൻ അവ മൈനസ് ചെയ്താൽ മതിയാകും. 104 - 54 = 50 എന്ന് ലഭിക്കും. മൂന്നാമത്തെ ചോദ്യം, 368 എന്ന് പറയുന്നത് ഈ ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങൾ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ 368 എന്നുള്ളൊരു ഉത്തരം ലഭിക്കുമോ എന്നുള്ളതാണ്. ഈ ശ്രേണിയിലെ ഏത് രണ്ട് പദങ്ങൾ തമ്മിൽ മൈനസ് ചെയ്തിരുന്നാലും നമുക്ക് ലഭിക്കുന്നത് 5ന്റെ ഗുണിതമായിരിക്കും. പൊതുവ്യത്യാസമായ 5ന്റെ ഗുണിതമായിരിക്കും. അപ്പോൾ ഈ 368 എന്ന് പറയുന്നത് 5ന്റെ ഗുണിതമാണെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസമാണ് ഈ 368 എന്ന് പറയുന്നത്. പക്ഷേ 368 എന്ന് പറയുന്നത് 5ന്റെ ഗുണിതമല്ല. അതുകൊണ്ട് തന്നെ ഈ ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് ഒരിക്കലും 368 ആവില്ല. അടുത്ത ചോദ്യം, റൈറ്റ് ദ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 1. അത് ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട്, വാട്ട് ഈസ് ദ ആൾജിബ്രായിക് ഫോം ഓഫ് ദിസ് സീക്വൻസ്?
Third part, write the algebraic form of the sequence 3 by 6, 5 by 6, 7 by 6, etc. Fourth part, the sequence does not contain any natural numbers. ഒന്നാമത്തെ ഭാഗത്തിൽ ഒന്നിനേക്കാൾ വലിയ ഒറ്റ സംഖ്യകളുടെ ശ്രേണിയാണ് നമ്മുടെ ചോദ്യം. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്താണെന്നാണ്. മൂന്നാമത്തെ ഭാഗം 3 by 6, 5 by 6, 7 by 6 ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്താണ്. നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ സീക്വൻസിൽ ഒരു നാച്ചുറൽ നമ്പറും ഇല്ല, എണ്ണൽ സംഖ്യയും ഇല്ല എന്ന് തെളിയിക്കുക. ഒന്നാമത്തെ ചോദ്യം ഒന്നിനേക്കാൾ വലുതായ ഒറ്റ സംഖ്യകളുടെ ശ്രേണിയാണ്. ഒന്നിനേക്കാൾ വലുതായ ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ 3, 5, 7, 9 എക്സെട്ര. രണ്ടാമത്തെ ചോദ്യം അതിന്റെ ബീജഗണിത രൂപം. നമുക്ക് ബീജഗണിത രൂപം കണ്ടുപിടിക്കാനുള്ള സമവാക്യം അറിയാം, dn പ്ലസ് എഫ് മൈനസ് ഡി. ഇവിടെ ഡി കണ്ടെത്താൻ സെക്കൻഡ് ടേമായ 5ൽ നിന്ന് ഫസ്റ്റ് ടേമായ 3 മൈനസ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് d2 ആണെന്ന് കിട്ടും. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ dn എന്ന് പറയുമ്പോൾ 2n പ്ലസ് എഫ് മൈനസ് ഡി. എഫ് എന്ന് പറയുമ്പോൾ 3 ആണ്. 3 മൈനസ് 2 ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 2n പ്ലസ് 1. ഇതിന്റെ ബീജഗണിത രൂപം എന്ന് പറയുമ്പോൾ 2n പ്ലസ് 1. ഇനി മൂന്നാമത്തെ പാർട്ട് 3 by 6, 5 by 6, 7 by 6 ഇതിന്റെ ബീജഗണിത രൂപം കണ്ടെത്തുക എന്നുള്ളതാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ബീജഗണിത രൂപം എന്ന് പറയുമ്പോൾ dn പ്ലസ് എഫ് മൈനസ് ഡി. ഡി എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടേമായ 5 by 6 മൈനസ് ഫസ്റ്റ് ടേമായ 3 by 6 ഈക്വൽ ടു 2 by 6 എന്ന് നമുക്ക് ലഭിക്കും. ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും dn എന്ന് പറയുമ്പോൾ 2 by 6n പ്ലസ് എഫ് മൈനസ് ഡി. എഫ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം 3 by 6 മൈനസ് ഡി എന്ന് പറയുമ്പോൾ 2 by 6. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 by 6n പ്ലസ് 1 by 6. ദാറ്റ് ഈസ് ഈക്വൽ ടു 2n പ്ലസ് 1 by 6. അപ്പോൾ ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുമ്പോൾ 2n പ്ലസ് 1 by 6. നാലാമത്തെ ചോദ്യം ഈ ശ്രേണിയിൽ നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകളൊന്നും വരില്ല എന്ന് തെളിയിക്കുക. ഇവിടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് 6 ആണ്. അപ്പോൾ മുകളിൽ 2n പ്ലസ് 1 എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സിന്റെ ഒറ്റ സംഖ്യകളുടെ ബീജഗണിത രൂപമാണ്. അവിടെ എന്നിന് ഏത് വില കൊടുത്തിരുന്നാലും ഒറ്റ സംഖ്യ ആയിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ ഒരു ഒറ്റ സംഖ്യയെ ഈവൻ നമ്പർ ആയിട്ടുള്ള 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരിക്കലും നമുക്കൊരു നാച്ചുറൽ നമ്പർ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ശ്രേണിയിൽ ഒരു നാച്ചുറൽ നമ്പറും വരില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കൺസിഡർ ദ അർത്ഥമെറ്റിക് സീക്വൻസസ് ഗിവൺ ബിലോ. ചുവടെ തന്നിരിക്കുന്ന സമാന്തര ശ്രേണികൾ പരിഗണിക്കുക. 11, 19, 27 ഇതാണ് ഫസ്റ്റ് സീക്വൻസ്. രണ്ടാമത് 50, 55, 60 രണ്ട് സീക്വൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഈസ് ദെയർ എ കോമൺ നമ്പർ ടു ദിസ് സീക്വൻസ് അറ്റ് ദി സെയിം ടേം പൊസിഷൻ എന്ന് വെച്ചാൽ ഈ രണ്ട് സീക്വൻസിലും ഏതെങ്കിലും പൊസിഷനിൽ ഒരേപോലത്തെ നമ്പേഴ്സ് വരുന്നുണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഇഫ് യെസ് ഫൈൻഡ് ദ ടേം പൊസിഷൻ. അങ്ങനെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏത് പൊസിഷനിലാണ് രണ്ട് സീക്വൻസിലും ഒരേപോലത്തെ ടേം വരുന്നത്. മൂന്നാമത്തെ ചോദ്യം ഫൈൻഡ് ദ ടേം. ആ പൊസിഷനിൽ വരുന്ന നമ്പർ ഏതാണ്. അങ്ങനെ 3 ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കടക്കാം. നമുക്ക് ഏത് പൊസിഷനിലാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് nth ടേം കണ്ടെത്താം. nth ടേം കണ്ടെത്താനുള്ള ഇക്വേഷൻ നമുക്കറിയാം, xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ടി. ഇവിടെ കോമൺ ഡിഫറൻസ് ഒന്നാമത്തെ ടേം എടുത്തു കഴിഞ്ഞാൽ 11, 19 എന്നാണ് ടേം തുടങ്ങുന്നത്. അപ്പോൾ അവിടുന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അവിടെ 8 ആണ്. അതുപോലെ ഫസ്റ്റ് ടേം നമുക്കറിയാം 11 ആണ്. അപ്പോൾ അവിടുത്തെ nth ടേം dn പ്ലസ് എഫ് മൈനസ് ഡി മീൻസ് 8n. ഡി എന്ന് പറയുന്ന 8 ആണ്. 8n പ്ലസ് എഫ് മൈനസ് ഡി. എഫ് എന്ന് പറയുന്ന 11 മൈനസ് ഡി എന്ന് പറയുന്ന 8. Therefore nth ടേം ഈക്വൽ ടു 8n പ്ലസ് 3. അതുപോലെ തന്നെ രണ്ടാമത്തെ സീക്വൻസിലെയും nth ടേം നമുക്ക് കണ്ടെത്താം. nth ടേം ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഇവിടെ ഡി എന്ന് പറയുന്നത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അപ്പോൾ നമുക്ക് 5 ആണെന്ന് കിട്ടും. അതുപോലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 50 ആണ്. Therefore the nth ടേം ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. dn എന്ന് പറയുമ്പോൾ 5n പ്ലസ് ഫസ്റ്റ് ടേം 50 മൈനസ് 5 ഈക്വൽ ടു 5n പ്ലസ് 45 എന്ന് നമുക്ക് ലഭിക്കും. ഇനി നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഇത് രണ്ടും എവിടെയെങ്കിലും ഈക്വൽ ആകുമോ എന്നാണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ആദ്യത്തെ 8n പ്ലസ് 3യും രണ്ടാമത്തെ 5n പ്ലസ് 45 ഇത് രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ 8n പ്ലസ് 3 ഈക്വൽ ടു 5n പ്ലസ് 45. ഇനി n ടേംസ് എല്ലാം നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം. അപ്പോൾ 8n അവിടുത്തെ ആ 5n ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൈനസ് 5n ആവും. അതുപോലെ ഇവിടുത്തെ പ്ലസ് 3 അങ്ങോട്ട് പോകുമ്പോൾ 45 മൈനസ് 3 എന്ന് വരും. Therefore 3n ഈക്വൽ ടു 42 എന്ന് ലഭിക്കും. അവിടെ നിന്ന് n ഈക്വൽ ടു 14 എന്ന് ലഭിക്കും. മീൻസ് 14th ടേമിൽ വരുന്ന നമ്പേഴ്സ് ആണ് രണ്ട് സീക്വൻസിലും ഈക്വൽ ആയിട്ട് വരുന്നത്.
ഇനി നമുക്കത് ഏത് നമ്പർ ആണെന്ന് കണ്ടെത്താം. മീൻസ് 14th പൊസിഷനിൽ വരുന്ന നമ്പർ ഏതാണെന്ന് നമുക്ക് കണ്ടെത്താം. 14th പൊസിഷനിൽ വരുന്ന നമ്പർ കണ്ടെത്താനായിട്ട് എന്നിന് പകരം നമ്മൾ നേരത്തെ എടുത്ത dn പ്ലസ് എഫ് മൈനസ് ഡിയിൽ എന്നിന് പകരം 14 എന്ന് കൊടുത്താൽ മതിയാകും. ഫസ്റ്റ് ടേമിൽ നിന്നോ ഫസ്റ്റ് സീക്വൻസിൽ നിന്നോ സെക്കൻഡ് സീക്വൻസിൽ നിന്നോ നമുക്ക് കണ്ടെത്താം. നമുക്ക് ഫസ്റ്റ് സീക്വൻസിൽ നിന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ dn പ്ലസ് എഫ് മൈനസ് ഡി, അവിടെ എന്നിന് പകരം 14 എന്ന് കൊടുക്കുക. ആ ഫസ്റ്റ് സീക്വൻസിൽ d എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 8 × 14 പ്ലസ് എഫ് മൈനസ് ഡി, എഫ് എന്ന് പറയുമ്പോൾ 11 മൈനസ് ഡി എന്ന് പറയുമ്പോൾ 8 = 3. അപ്പോൾ 8 × 14 പ്ലസ് 3 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ നമുക്ക് 115 എന്ന് ലഭിക്കും. അടുത്ത ചോദ്യം, ദി ആൾജിബ്രിക് ഇക്വേഷൻ ഓഫ് nth ടേം ഓഫ് ആൻ അർത്തമെറ്റിക് സീക്വൻസ് ഈസ് 8n മൈനസ് 4. Prove that the sum of n consecutive term of this sequence is a perfect square. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. 8n മൈനസ് 4 ആണ്. ഈ ശ്രേണിയിലെ n പദങ്ങളുടെ തുക, അടുത്തടുത്ത n പദങ്ങളുടെ തുക എന്ന് പറയുന്നത് ഒരു പൂർണ്ണവർഗമാണെന്ന് തെളിയിക്കുക. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം നമുക്ക് തന്നിട്ടുണ്ട്. 8n മൈനസ് 4 ആണ്. ബീജഗണിത രൂപത്തിൽ n-ന് പകരം 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ പദം കിട്ടും. 2 കൊടുത്താൽ രണ്ടാമത്തെ പദം കിട്ടും. അപ്പോൾ n-ന് പകരം എന്ന് നമുക്ക് കൊടുക്കുമ്പോൾ 8 × 1 മൈനസ് 4 എന്ന് കിട്ടും. അതായത് 4, അതാണ് ഒന്നാമത്തെ പദം. 2 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് രണ്ടാമത്തെ പദമായിട്ട് 12 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ഈ ഒരു ശ്രേണി 4, 12, 20, 28 ഇങ്ങനെ ലഭിക്കും. ഇനി ഈ ശ്രേണിയിലെ n പദങ്ങളുടെ തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തുക കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം. തുക സം ഓഫ് n ടേംസ് ഓഫ് ആൻ അർത്തമെറ്റിക് സീക്വൻസ്, ഒരു സമാന്തര ശ്രേണിയിലെ n പദങ്ങളുടെ തുക എന്ന് പറയുന്നത് n/2 × 2f + n-1 × d, അല്ലാന്നുണ്ടെങ്കിൽ n/2 × x1 + xn. നമുക്ക് ഏത് ഇക്വേഷൻ വേണോ സെലക്ട് ചെയ്യാം. ഇവിടെ n/2 × 2f + n-1 × d എന്നുള്ള ഇക്വേഷനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ തുക എന്ന് പറയുന്നത് ഒരു പൂർണ്ണവർഗമാണ്, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2 ടേംസ് 4ഉം 12ഉം, ആ 2 ടേംസും ആഡ് ചെയ്യുമ്പോൾ 16 എന്ന് കിട്ടും. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, ഒരു പൂർണ്ണവർഗമാണ്. ആദ്യത്തെ 3 ടേംസ് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 4, 12, 20, ഇത് 3ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 36 എന്ന് കിട്ടും. അതും ഒരു പൂർണ്ണവർഗമാണ്. ഇതുപോലെ ഈ ശ്രേണിയിലെ എത്ര സംഖ്യകൾ എടുത്തിരുന്നാലും അതൊരു പൂർണ്ണവർഗമാണ് എന്ന് തെളിയിക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ സം കണ്ടെത്തി നോക്കാം. n/2 × 2f + n-1 × d, നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും n/2 × 2 × 4 + n-1 × d എന്ന് പറയുമ്പോൾ ഇവിടെ 8. ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും 4n² എന്ന് ലഭിക്കും. 4n² എന്ന് പറയുന്നത് 2n² ആണ്. ഈ ഒരു 4n² എന്ന് പറയുന്നത് 2n-ന്റെ സ്ക്വയർ ആണ്. അതായത് ഈ ശ്രേണിയിലെ എത്ര പദങ്ങളുടെ തുക എടുത്തിരുന്നാലും അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും, ഒരു പൂർണ്ണവർഗം ആയിരിക്കും. അടുത്ത് നമുക്ക് 2020 ചോദിച്ച ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ 6th ടേം ഓഫ് ദി അർത്തമെറ്റിക് സീക്വൻസ് 1, 25, 49, 73, 97 etc. രണ്ടാമത്തെ ചോദ്യം, ഹൗ മെനി പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ദ സീക്വൻസ് 97, 73, 49 etc. ഒന്നാമത്തെ ചോദ്യം, ഈ ശ്രേണിയിലെ 6ാമത്തെ പദം എന്തെന്നാണ്. നമുക്ക് 5 പദങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ 6ാമത്തെ പദം കണ്ടെത്താനായിട്ട് പൊതുവ്യത്യാസം അതിനോടൊപ്പം കൂട്ടിയാൽ മതിയാകും. അപ്പോൾ പൊതുവ്യത്യാസം കണ്ടെത്താനായിട്ട് രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറയ്ക്കാം. 25 - 1 ചെയ്യുമ്പോൾ നമുക്ക് 24 പൊതുവ്യത്യാസം എന്ന് കിട്ടും. അപ്പോൾ 6ാമത്തെ പദം എന്ന് പറയുന്നത് 5ാമത്തെ പദമായ 97നോടൊപ്പം ഈ പൊതുവ്യത്യാസം 24 കൂട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് 121 എന്ന് ആൻസർ ലഭിക്കും. രണ്ടാമത്തെ ചോദ്യം, 97, 73, 49 ഈ ശ്രേണിയിൽ എത്ര പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉണ്ട്, എത്ര പൂർണ്ണവർഗ്ഗങ്ങൾ ഉണ്ട് എന്നാണ്. നമുക്ക് അടുത്ത 2-3 ടേംസ് കൂടെ എഴുതി നോക്കാം. ഇവിടെ പൊതുവ്യത്യാസം എന്ന് പറയുമ്പോൾ -24 ആണ്. അപ്പോൾ അടുത്ത ടേം എന്ന് പറയുമ്പോൾ 25 ആയിരിക്കും, തൊട്ടടുത്ത 1 ആയിരിക്കും, അത് കഴിഞ്ഞ് -23 ആയിരിക്കും. 1 കഴിഞ്ഞ് വരുന്ന സംഖ്യകളെല്ലാം നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് ഒരിക്കലും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ ശ്രേണിയിലുള്ള ആകെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ 1 ഉണ്ട്, 25 ഉണ്ട്, 49 ഉണ്ട്. 3 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് വരുന്നത്. 2020 തന്നെ മറ്റൊരു ചോദ്യമായിരുന്നു, വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി അർത്തമെറ്റിക് സീക്വൻസ് x-1 x x+1. x-1 x x+1 എന്ന് പറയുന്ന അർത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം എന്താണ്? രണ്ടാമത്തെ ചോദ്യം, ഇഫ് x-1 ഈസ് ആൻ ഈവൻ നമ്പർ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് ഈവൻ നമ്പർ? x-1 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ തൊട്ടടുത്ത ഈവൻ നമ്പർ ഇരട്ട സംഖ്യ ഏതാണ്? മൂന്നാമത്തെ ചോദ്യം, prove that the product of two consecutive even numbers added to 1 gives a perfect square. അടുത്തടുത്ത 2 ഈവൻ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിനോടൊപ്പം ഗുണനഫലത്തോടൊപ്പം 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പൂർണ്ണവർഗം ലഭിക്കുമെന്ന് തെളിയിക്കുക.
ഒന്നാമത്തെ ചോദ്യം പൊതുവ്യത്യാസം എന്തെന്നാണ്. നമുക്ക് പൊതുവ്യത്യാസം കണ്ടെത്താൻ അറിയാം. രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം മൈനസ് ചെയ്താലും മതി. രണ്ടാമത്തെ പദം എന്ന് പറയുമ്പോൾ എക്സ് ആണ്. അതിൽ നിന്ന് ഒന്നാമത്തെ പദമായ x-1 മൈനസ് ചെയ്യുക. x-1 അപ്പോൾ നമുക്ക് ആൻസർ 1 ആണെന്ന് ലഭിക്കും. പൊതുവ്യത്യാസം 1 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം x-1 കഴിഞ്ഞുള്ള ഇരട്ടസംഖ്യ, തൊട്ടടുത്ത ഇരട്ടസംഖ്യ ഏതാണ്? നമുക്കറിയാം ഒരു ഇരട്ടസംഖ്യ കഴിഞ്ഞാൽ അടുത്ത ഇരട്ടസംഖ്യ എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം 2 കൂട്ടുന്നതായിരിക്കും. 4 കഴിഞ്ഞ് അടുത്ത ഇരട്ടസംഖ്യ 6 ആണ്. 4നോടൊപ്പം 2 കൂട്ടുമ്പോഴാണ് നമുക്ക് 6 ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ x-1 കഴിഞ്ഞ സംഖ്യ എന്ന് ചോദിക്കുമ്പോൾ x-1 കഴിഞ്ഞ് 2 ആഡ് ചെയ്യുക. x-1 പ്ലസ് 2 ഈക്വൽ ടു x പ്ലസ് 1. അപ്പോൾ തൊട്ടടുത്ത ഈവൻ നമ്പർ ഇരട്ടസംഖ്യ എന്ന് പറയുന്നത് x പ്ലസ് 1 ആയിരിക്കും. മൂന്നാമത്തെ ചോദ്യം അടുത്തടുത്ത ഈവൻ നമ്പേഴ്സിന്റെ ഗുണനഫലത്തോടൊപ്പം 1 കൂട്ടുക. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു x-1 കഴിഞ്ഞ അടുത്ത ഈവൻ നമ്പർ എന്ന് പറയുന്നത് x പ്ലസ് 1 ആണ്. അപ്പോൾ അടുത്തടുത്ത 2 ഈവൻ നമ്പേഴ്സ് ഓൾറെഡി നമുക്ക് കിട്ടി. ആ ഈവൻ നമ്പേഴ്സിന്റെ ഗുണനഫലത്തോടൊപ്പം 1 കൂട്ടിയാൽ ഗുണനഫലത്തോടൊപ്പം 1 കൂട്ടിയാൽ നമുക്ക് ചെയ്തു നോക്കാം. x-1 ഇൻറ്റു x പ്ലസ് 1 അതിന്റെ ഗുണനഫലത്തോടൊപ്പം 1 കൂട്ടുകയാണ്. 1 കൂട്ടുക എന്ന് പറയുമ്പോൾ പ്ലസ് 1. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ, ഒരു പൂർണ്ണവർഗ്ഗമാണെന്ന് തെളിയിക്കണം. ഈ x-1 ഇൻറ്റു x പ്ലസ് 1 എന്ന് പറയുന്നത് a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി പോലെയാണ്. a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ നമുക്ക് x സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് x സ്ക്വയർ മൈനസ് 1 പ്ലസ് 1 ഈക്വൽ ടു x സ്ക്വയർ. അതായത് അതൊരു പൂർണ്ണവർഗ്ഗമായിരിക്കും. x സ്ക്വയർ എന്ന് പറയുന്ന ഒരു പൂർണ്ണവർഗ്ഗം ആണ്. മറ്റൊരു ചോദ്യമായിരുന്നു വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദി അർത്ഥമെറ്റിക് സീക്വൻസ് 1, 3, 5, 7 എക്സെട്ര. 1, 3, 5, 7 എന്ന് തുടങ്ങുന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക എന്താണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ സം ഓഫ് ദി ഫസ്റ്റ് n ടേംസ് ഓഫ് ദി അർത്ഥമെറ്റിക് സീക്വൻസ് 1, 3, 5, 7 എക്സെട്ര. 1, 3, 5, 7 എന്ന് തുടങ്ങുന്ന സമാന്തര ശ്രേണിയിലെ n പദങ്ങളുടെ തുക എന്താണ്? മൂന്നാമത്തെ ചോദ്യം ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദി അർത്ഥമെറ്റിക് സീക്വൻസ് 1/n, 3/n, 5/n എക്സെട്ര. 1/n, 3/n, 5/n എന്ന് തുടങ്ങുന്ന സമാന്തര ശ്രേണിയിലെ n പദങ്ങളുടെ തുക എന്താണ്? നാലാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 2020 ടേംസ് ഓഫ് ദി അർത്ഥമെറ്റിക് സീക്വൻസ് 1/2020, 3/2020, 5/2020 എക്സെട്ര. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് 1, 3, 5, 7 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക. സം കണ്ടെത്തേണ്ട ഇക്വേഷൻ നമുക്കറിയാം n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d. അല്ലാന്നുണ്ടെങ്കിൽ n/2 ഇൻറ്റു x1 പ്ലസ് xn. രണ്ടിൽ ഏത് ഇക്വേഷൻ വെച്ച് വേണോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d. n എന്ന് പറയുമ്പോൾ ആദ്യത്തെ 5 ടേംസ് ആയതുകൊണ്ട് 5 ടേംസിന്റെ സമ്മാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ n എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 5/2 ഇൻറ്റു 2f, f എന്ന് പറയുന്ന ഫസ്റ്റ് ടേം ആണ്, 2 ഇൻറ്റു 1 പ്ലസ് n-1, n എന്ന് പറയുമ്പോൾ 5-1 ഇൻറ്റു d. ഇവിടുത്തെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 എന്ന് ലഭിക്കും ഈക്വൽ ടു 5/2 ഇൻറ്റു 2 പ്ലസ് n-4 ഇൻറ്റു d. d എന്ന് പറയുമ്പോൾ 2 ആണ് ഈക്വൽ ടു നമുക്ക് ആൻസർ സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും 25 എന്ന് ലഭിക്കും. രണ്ടാമത്തെ ചോദ്യം സം ഓഫ് n ടേംസ് എന്നാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ സം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ അറിയാം. സം ഈക്വൽ ടു n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d. അപ്പോൾ n ടേംസിന്റെ സമ്മാണ് കണ്ടത്. അപ്പോൾ n ആയിട്ട് തന്നെ കൊടുത്താൽ മതിയാകും. n/2 ഇൻറ്റു 2f, f എന്ന് പറയുമ്പോൾ 1, 2 ഇൻറ്റു 1 പ്ലസ് n-1 ഇൻറ്റു d. d എന്ന് പറയുമ്പോൾ 2 ഈക്വൽ ടു n/2 ഇൻറ്റു 2f പ്ലസ് 2f എന്ന് പറയുമ്പോൾ 2 പ്ലസ് ആ 2 അകത്തോട്ട് മൾട്ടിപ്ലൈ ആണ്. 2 ഇൻറ്റു n എന്ന് പറയുമ്പോൾ 2n മൈനസ് 2 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 2 ഈക്വൽ ടു n/2 ഇൻറ്റു 2 പ്ലസ് 2n മൈനസ് 2. 2ഉം മൈനസ് 2ഉം ക്യാൻസൽ ആയി പോകുമ്പോൾ n/2 ഇൻറ്റു 2n എന്ന് കിട്ടും. 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് നമുക്ക് ആൻസർ n സ്ക്വയർ എന്ന് ലഭിക്കും. അപ്പോൾ n പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ n സ്ക്വയർ ആണെന്ന് ആൻസർ ലഭിക്കും. മൂന്നാമത്തെ ചോദ്യം നമ്മൾ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെയാണ് 1/n, 3/n, 5/n ഈ ഒരു സമാന്തര ശ്രേണിയിൽ ഈ ഒരു അർത്ഥമെറ്റിക് സീക്വൻസിലെ n ടേംസിന്റെ സം ആണ്. അപ്പോൾ സം നേരത്തെ അതേ ഇക്വേഷൻ തന്നെ എടുക്കുകയാണ്. n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d. ഇവിടെ f എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1/n ആണ്. അതുപോലെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്താൽ മതി. അപ്പോൾ 3/n മൈനസ് 1/n ഈക്വൽ ടു 2/n എന്ന് ലഭിക്കും. ഇനി നമുക്ക് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും n/2 ഇൻറ്റു 2f, 2f എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു f, f എന്ന് പറയുന്ന ഫസ്റ്റ് ടേം ആണ് 1/n പ്ലസ് n-1 ഇൻറ്റു d. d ഇവിടെ 2/n ആണ് ഈക്വൽ ടു n/2 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 2, 2/n പ്ലസ് അടുത്ത് ആ 2/n നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ 2/n ഇൻറ്റു n എന്ന് പറയുമ്പോൾ 2n/n എന്ന് ലഭിക്കും. മൈനസ് 2/n ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 2/n എന്ന് ലഭിക്കും. അടുത്ത സ്റ്റെപ്പിൽ ഈ പ്ലസ് 2/n മൈനസ് 2/n കൂടെ ക്യാൻസൽ ആവുകയാണ്. അപ്പോൾ n/2 ഇൻറ്റു
2n ബൈ n എന്ന് മാത്രം വരും, ഈക്വൽ ടു 2ഉം 2ഉം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ n സ്ക്വയർ ബൈ n എന്ന് ലഭിക്കും. അപ്പോൾ സം ഓഫ് n ടേംസ് എന്ന് പറയുന്നത് n സ്ക്വയർ ബൈ n ആണ്. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 1/2020, 3/2020, 5/2020. ഈ ഒരു സീക്വൻസിലെ ആദ്യത്തെ 2020 ടേംസിന്റെ സമ്മാണ്. ഇത് തൊട്ട് മുന്നത്തെ അതേ സീക്വൻസ് പോലെ തന്നെയാണ്, കാരണം നേരത്തെ നമ്മൾ കണ്ടെത്തിയത് 1/n, 3/n, 5/n ആയിരുന്നു. ഇവിടെ എന്നിന് പകരം 2020 ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ സമ്മ് നമ്മൾ കണ്ടെത്തേണ്ട ഇക്വേഷൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്, n സ്ക്വയർ ബൈ n ആണ്. ആ ഒരു രീതിയിൽ ഒരു അർത്ഥമെറ്റിക് സീക്വൻസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ സമ്മ് നമുക്ക് n സ്ക്വയർ ബൈ n എന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് 2020 ആണ്. അപ്പോൾ സമ്മ് കണ്ടെത്താനായിട്ട് 2020യുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2020. അപ്പോൾ ആൻസർ നമുക്ക് 2020 എന്ന് ലഭിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് n/2 × 2f + n - 1 × d എന്നുള്ളൊരു ഇക്വേഷൻ വെച്ചിട്ടായിരുന്നാലും 2020 എന്നുള്ളൊരു ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഈ ഒരു ഭാഗത്തിൽ നമ്മൾ 2019-2020 ചോദ്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇനി ഒരു ഭാഗവും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ, അർത്ഥമെറ്റിക് സീക്വൻസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. അത് 2017, 2016, 17, 18 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കമ്പാനിയൻ ഫോർ മാത്സ് എന്നതിനാണ് ഇൻസ്റ്റാഗ്രാം പേജ്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാൻ കഴിയുന്നതാണ്. സോ അടുത്ത ഭാഗം ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. Thanks for watching. Bye.